അഡീനിയം വെറും ഒരു പൂച്ചെടിയല്ല, അതൊരു ലിവിങ് ആർട്ടാണ്. ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചാൽ ആർക്കും മനോഹരമായ ബോൺസായ രൂപത്തിൽ ഇതിനെ മാറ്റിയെടുക്കാം. അഡീനിയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം വെള്ളം കെട്ടിക്കിടക്കാത്ത മണ്ണാണ്. മിശ്രിതം: മണൽ, ചരൽ, കരിക്കഷ്ണങ്ങൾ, ചാണകപ്പൊടി, വെർമി കമ്പോസ്റ്റ് എന്നിവ തുല്യ അളവിൽ കലർത്തുക. മണ്ണ് കുറച്ച് ചരൽ കൂടുതൽ ഉപയോഗിക്കുന്നത് വേരുചീയൽ തടയാൻ സഹായിക്കും. അഡീനിയം വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ദിവസവും കുറഞ്ഞത് 6-8 മണിക്കൂർ നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം ചെടി വയ്ക്കാൻ. വെയിൽ കുറഞ്ഞാൽ ചെടി നീളം വയ്ക്കുകയും പൂക്കൾ കുറയുകയും ചെയ്യും. വലിയ കോഡക്സ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. എല്ലാവരും ആഗ്രഹിക്കുന്നത് വലിയ ഉരുണ്ട കോഡക്സ് ആണ്. അതിനായി പല വഴികൾ നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. റീപോട്ടിംഗ്: വർഷത്തിലൊരിക്കൽ ചെടി ചട്ടിയിൽ നിന്ന് മാറ്റി നടുമ്പോൾ കോഡക്സ് അല്പം മുകളിലേക്ക് ഉയർത്തി നടുക. അത് മണ്ണിലടിയിലായിരുന്ന ഭാഗം പുറത്ത് കാണിക്കാനും തടി വയ്ക്കാനും സഹായിക്കും. പരന്ന ചട്ടികൾ വേണം ഇതിനുപയോഗിക്കാൻ. ആഴം കുറഞ്ഞതും പരന്നതുമായ ചട്ടികൾ ഉപയോഗിക്കുന്നത് വേരുകൾ വശങ്ങളിലേക്ക് പടരാനും തടി വേഗത്തിൽ വയ്ക്കാനും സഹായിക്കും. പ്രൂണിങ്: മഴക്കാലം കഴിയുന്നതോടെ ചെടിയുടെ കൊമ്പുകൾ കോതി നിർത്തുക. ഇത് കൂടുതൽ ശാഖകൾ വരാനും താഴെ തടി വയ്ക്കാനും സഹായിക്കും. പൂക്കൾ നിറയാനും കോഡക്സ് കരുത്തോടെ വളരാനും കൃത്യമായ വളം ആവശ്യമാണ്. ജൈവവളം: മാസത്തിലൊരിക്കൽ അല്പം എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകാം. ഇത് കോഡക്സിന്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. രാസവളം: പൂക്കൾ ഉണ്ടാകാൻ NPK 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം എന്ന കണക്കിൽ കലക്കി സ്പ്രേ ചെയ്യുകയോ ചുവട്ടിൽ ഒഴിക്കുകയോ ചെയ്യാം. നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാൻ: മണ്ണിലെ ഈർപ്പം പൂർണ്ണമായും മാറിയതിനു ശേഷം മാത്രം നനയ്ക്കുക. മഴക്കാലത്ത് ചെടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇലകൾ മഞ്ഞ നിറമാവുകയോ കോഡക്സ് അമർത്തുമ്പോൾ കുഴിയുകയോ ചെയ്താൽ അത് നന കൂടിയതിന്റെ ലക്ഷണമാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക്: അഡീനിയം ചെടിയുടെ കറ വിഷാംശമുള്ളതാണ്. അതുകൊണ്ട് പ്രൂണിംഗ് നടത്തുമ്പോഴും മറ്റ് കൈകൾ സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കണം. അഡീനിയം വളർത്തുമ്പോൾ വിത്തുകൾ വഴിയാണോ അതോ കമ്പുകൾ മുറിച്ച് നട്ടിട്ടാണോ വളർത്തുന്നത് എന്നത് പൂക്കളുടെ ഗുണമേന്മയും ചെടിയുടെ രൂപത്തെയും വലിയ രീതിയിൽ ബാധിക്കും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ: വിത്തിൽ നിന്ന് വളരുന്ന ചെടികൾ മാതൃ ചെടിയുടേതിന് സമാനമായ പൂക്കൾ നൽകണമെന്നില്ല. ചുവന്ന പൂവുള്ള ചെടിയുടെ വിത്തിൽ നിന്ന് ചിലപ്പോൾ പിങ്ക് നിറത്തിലുള്ള പൂക്കളാകാൻ ലഭിക്കുക. തായ്തടി: അഡീനിയത്തിന്റെ പ്രധാന ആകർഷണമായ ഉരുണ്ട തായ്തടി ലഭിക്കണമെങ്കിൽ വിത്തുപാകി തന്നെ വളർത്തണം. വിത്തുപാകി വളരുന്ന ചെടികൾ പൂവിടാൻ സാധാരണഗതിയിൽ 1 വർഷം വരെ സമയമെടുത്തേക്കാം. വിത്തിൽ നിന്ന് വളരുന്ന ചെടികൾക്ക് പൊതുവെ ആയുസ്സും രോഗപ്രതിരോധ ശേഷിയും കൂടുതലായിരിക്കും.